നമസ്കാരം. കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ ക്രിസ്മസും പുതുവത്സരത്തിന്റെ വരവേൽപ്പും അമേരിക്കൻ മലയാളി സമൂഹം സമുചിതമായി ആഘോഷിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളുടെയും വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്രിസ്മസും പുതുവത്സരവും മലയാളികൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിക്കുകയുണ്ടായി. ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാണ്, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ എന്നേക്കും രാജാവായി അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയാണ്. ഇത് എങ്ങനെ സാധ്യമാകും? ജോസഫ് എന്ന ഒരു തച്ചനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടൽ. ആകയാൽ നിനക്കുണ്ടാവുന്ന ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ.
ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രഥമ മാധ്യമ പുരസ്കാരം അവാർഡ് ഡോക്ടർ MV പിള്ള പ്രശസ്ത പത്രപ്രവർത്തകനും മാതൃഭൂമി പത്രം ഡെപ്യൂട്ടി എഡിറ്ററുമായ NB രാജേന്ദ്രന് നൽകുകയുണ്ടായി. ന്യൂയോർക്കിലെ റോയൽ ഇന്ത്യ പാലസിൽ വെച്ച് നടന്ന ചടങ്ങിൽ IPCNA പ്രസിഡന്റ് റെജി ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശിവൻ മുഹമ്മദ്, ട്രഷറർ ജോർജ് തുമ്പയിൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകിഷോർ, ജോസ് കണിയാലി, ജോർജ് ജോസഫ് എന്നിവരെ കൂടാതെ നിരവധി സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കളും ഈ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നാഷണൽ പ്രസിഡന്റ് ശ്രീ റിജി ജോർജ്, പ്ലീസ് കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 5 വർഷം മുമ്പ് ഈ വേദിയിൽ വെച്ച് തന്നെ ജന്മം ചെയ്ത ഇന്ത്യ പ്രസ് ക്ലബ് IPCNA ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക 2006 കേരള എക്സ്പ്രസ് സംഘടിപ്പിച്ച കേരള വികസന സെമിനാറിൽ അധ്യക്ഷനായിരുന്ന മാണി സാറ് മുന്നോട്ട് വയ്ക്കുകയും ഉദ്ഘാടകനായിരുന്ന മന്ത്രി വിനോദ് NB രാജേന്ദ്രൻ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഞാൻ ഈ വേദിയിലും സദസ്സിലും വിശിഷ്ടാതിഥികൾ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കരുതാം. 5-8 വർഷം കഴിഞ്ഞ് ഞാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു പറഞ്ഞ് പിന്നെ എഴുതുക മാത്രമല്ല, 97 റേഡിയോ സ്റ്റേഷനുകളിലൂടെ വാർത്തകളും വാർത്താ അവലോകന പരിപാടികളും കാലത്ത് തന്നെ വായിക്കാൻ തുടങ്ങിയാണ്. ഈ എൻ്റെ കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് കാരണമായിട്ടുള്ള മാതൃഭൂമി. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വലിയ പങ്കാളിത്തമുണ്ട്. 1000 മലയാളം വായനക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്തരായ പ്രതിപാദനരായ പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഒരു സാധാരണ ഡോക്ടർ പ്രഭാഷണം നടത്താൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് പുരികങ്ങൾ ഉയരും. ഫോമിയും കേരള ഇന്റർനാഷണൽ സെന്ററും സംയുക്തമായി നടത്തുന്ന ബ്രിഡ്ജിംഗ് ഓഫ് ദി മൈൻഡ്സ് എന്ന പദ്ധതിയുടെ കരാറിൽ ഇരു സംഘടനകളുടെയും നേതാക്കൾ ഒപ്പുവെക്കുകയുണ്ടായി. ഫോമിക്ക് വേണ്ടി പ്രസിഡന്റ് ബേബി ഊരാളിലും കേരള ഇന്റർനാഷണൽ സെന്ററിനു വേണ്ടി മുൻ അംബാസിഡർ TP ശ്രീനിവാസനുമാണ് ഒപ്പുവെച്ചത്. അമേരിക്കയിൽ പ്രൊഫഷണൽ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന മലയാളികളുടെ വിജ്ഞാനം നാട്ടിലെ പ്രൊഫഷണലുകൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി മൂലം ലക്ഷ്യമിടുന്നത്. ശശി തരൂർ MP, മുൻ ഫോറിൻ സെക്രട്ടറിയും അംബാസിഡറുമായ KP മേനോൻ, മുൻ അംബാസിഡർ എബ്രഹാം തോമസ്, റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ കേരള ഇന്റർനാഷണൽ സെന്ററിന്റെ അംഗങ്ങളാണ്. ന്യൂജേഴ്സി മോൺട്വിൽ ടൗൺഷിപ്പിന്റെ പരിസ്ഥിതി കമ്മീഷണറായി ആൻഡ്രൂസ് പാപ്പച്ചൻ നിയമിതനായി. ഇദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്ക് വാട്ടർഷെഡ് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ആയി ജോലി ചെയ്യുന്നു. പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദമുള്ള ഇദ്ദേഹം ന്യൂജേഴ്സിയിലെ സർട്ടിഫൈഡ് പബ്ലിക് മാനേജർ കൂടിയാണ്. അമേരിക്കയിലെ നിരവധി മലയാളി സംഘടനകളുടെ സ്ഥാപക നേതാവും ഭാരവാഹിയുമാണ് ഇദ്ദേഹം. അമേരിക്കയിലെ സീറോ മലബാർ രൂപത രൂപീകരണത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ സീറോ മലബാർ രൂപതയാണ് ഷിക്കാഗോ രൂപത. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അഭിവന്ദ്യ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് ബെൽവുഡിലുള്ള സീറോ മലബാർ കത്തീഡ്രലിൽ വെച്ച് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ആന്റണി തുണ്ടത്തിൽ, റവറൻ ഫാദർ മാത്യു ശാശേരിൽ, ഫാദർ ജോണി നെല്ലിവേലി എന്നിവരെ കൂടാതെ ഇടവകാംഗങ്ങളും ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. 2001 നിലവിൽ വന്ന ഷിക്കാഗോ രൂപതയുടെ കീഴിൽ 23 ഇടവകകളും 35-ൽ പരം മിഷൻ സെന്ററുകളുമാണ് ഉള്ളത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഓക്ലഹോമ ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രമുഖ പത്രപ്രവർത്തകനായ NP രാജേന്ദ്രൻ നിർവഹിച്ചു. ഓക്ലഹോമ ചാപ്റ്റർ പ്രസിഡന്റ് ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നാഷണൽ സെക്രട്ടറി ശിവൻ മുഹമ്മ, ലാന നാഷണൽ പ്രസിഡന്റ് എബ്രഹാം തെക്കേമുറി, ലാന ടെക്സസ് ചാപ്റ്റർ പ്രസിഡന്റ് ജോസ് ഓച്ചാലിൽ, ഓക്ലഹോമ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ജോൺ, വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ഷാജി ജോർജ് ഭാരവാഹികളെ സദസ്സിന് പരിചയപ്പെടുത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ സിബി മോൻ സദസ്സിന് നന്ദി പറഞ്ഞു. എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിവിധ രീതിയിലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ പ്രത്യേകത പറഞ്ഞാൽ നോർത്ത് അമേരിക്കയുടെ ഓക്ലഹോമ ചാപ്റ്ററിന്റെ ഔപചാരികമായ
ഇത് നാട്ടിലെ പത്രപ്രവർത്തകരുടെ ഒരു ക്ലബ്ബ് പോലല്ല, പ്രസ് ക്ലബ്ബ് പോലല്ല. അവിടെ ശരിക്കും പത്രപ്രവർത്തകരാണ്, തൊഴിലാളികളാണ്. അവിടെ ഒരു മീഡിയയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയാണ് പ്രസ് ക്ലബ്ബ്. ഇവിടെ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത കാര്യം. ഇവിടെ ഉടമ തന്നെയാണ് പത്രപ്രവർത്തകന്റെ റോൾ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും. കേരള അസോസിയേഷൻ ഓഫ് ഷിക്കാഗോയും മേപ്പിൾ ലേക്സ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ കേരള ശ്രീ അവാർഡ് ദാന ചടങ്ങ് ഹിൻസ്ഡെയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ടോം ജോസ് IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വ്യവസായി ഡോക്ടർ ജോൺ സാമുവൽ, കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഈനാസ് എ ഈനാസ്, രാഷ്ട്രീയ പ്രവർത്തകയായ ഡോക്ടർ ആൻ കാലായിൽ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. കേരള അസോസിയേഷൻ പ്രസിഡന്റ് തമ്പി ചെമ്മാച്ചലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ സംഘടനാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. Become part of what the Americans call the American dream. I must really congratulate all of you, and especially the award winners who are present here today, because people here manifest the success of Malayalis all over the world. A lot of people who have been wildly successful in this country. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപഉലകിൽ എൻ വാസം ചിരം. ഒക്ടോബർ 25-ന് ജോലിക്കിടയിലുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച പോലീസ് ഓഫീസർ ജോൺ എബ്രഹാമിന്റെ മരണകാരണം വ്യക്തമല്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ചീഫ് റോബർട്ട് വിൽസൺ നടത്തിയ സമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ശാരീരികമായ പ്രശ്നങ്ങളോ സഞ്ചരിച്ചിരുന്ന കാറിന്റെ തകരാറോ അല്ല മരണകാരണമെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജോൺ എബ്രഹാമിന്റെ സേവന സ്മരണയ്ക്കായി അദ്ദേഹം ജനിച്ചു വളർന്ന എസ്റ്റർ അവന്യൂ റോഡിന് ഓഫീസർ ജോൺ എബ്രഹാം ജൂനിയർ റോഡ് എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യൻ അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റി ഓഫ് യോങ്കേഴ്സിന്റെ ബാനറിൽ ഇന്ത്യ നെറ്റ് USA സംഘടിപ്പിക്കുന്ന സ്റ്റാർ സിംഗർ USAയുടെ ആദ്യ എപ്പിസോഡ് ജനുവരി 15-ന് യോങ്കേഴ്സിൽ തുടക്കം കുറിക്കും. അമേരിക്കയിൽ ആദ്യമായി നടക്കുന്ന ഈ റിയാലിറ്റി ഷോയിൽ 30ഓളം ഗായകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി സംഘാടകർ അറിയിക്കുകയുണ്ടായി. എല്ലാ മാസങ്ങളിലും 10ഓളം സ്റ്റേജുകളിലായി നടക്കുന്ന ഈ മത്സരങ്ങളുടെ ദൃശ്യങ്ങൾ സ്റ്റാർ സിംഗർ USA വെബ്സൈറ്റിൽ കാണുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.